തലക്കനം തീർത്ത കരുത്ത്, നോവുണങ്ങാത്ത കാലത്തിന്റെ കണ്ണാടിയാണ് ഈ പുസ്തകം. തലക്കനം തലയെടുപ്പുള്ളവന് മാത്രം അവകാശപ്പെട്ടതല്ലെന്നും തലയുള്ള മനുഷ്യ ജീവിതങ്ങൾക്ക് കൂടി അവകാശമുള്ളതാണെന്നും കോറിയിടുന്നു സുന്ദരേട്ടൻ. പേരിൽ സുന്ദരനെങ്കിലും ജീവിതാനുഭവങ്ങളിൽ സൗന്ദര്യം കെട്ടുപോയ ഒരു സാധാരണക്കാരന്റെ ജീവിതമാണ് ഈ പുസ്തകം. മലയാളിയുടെ ജീവിത പരിസരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഈ പുസ്തകം നിങ്ങൾ വായിക്കാതിരിക്കരുത്. അപ്പൊ സുന്ദര, നമ്മള് ഇവിടെ ഇരിക്കുമ്പോഴേ ഇത് ഗോവിന്ദപുരമാണല്ലോ അല്ലെ, വളയനാട് ഗോവിന്ദപുരം എന്നൊക്കെ പറയുന്നത് സുന്ദരന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ സുന്ദരന്റെ ജീവിതം തുടങ്ങുന്നത് ഈ ഒരു പ്രദേശത്താണ് അല്ലെ. വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഇരിക്കുമ്പോൾ ഈ പഴയ കുട്ടിക്കാലത്തേക്ക് ഓർമ്മകൾ ഇങ്ങനെ പിന്നോട്ട് പോകുമ്പോഴേ എന്തൊക്കെയാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്? ആദ്യം മനസ്സിൽ വരുന്നത് കാവിൽക്കോട്ട വാദം ഞങ്ങൾ താമസം വളയനാട് അമ്പലത്തിന് വടക്കേനാട്ടിൽ. അപ്പൊ അവിടെ നിന്ന് ഇവിടെ ഒരു ചെറിയ കുട്ടി എന്ന നിലക്ക് ഈ എന്തെങ്കിലും അന്ന് വിശക്കുന്ന വയറിന് അപ്പോൾ നമ്മൾ എന്തെങ്കിലും വേണമെങ്കിൽ പാട്ട് പാടി ഈ ജംഗ്ഷനിൽ ഇരുന്ന് പാട്ടൊക്കെ പാടിയിട്ടാണ് ആരെയും പൈസ തരും. അപ്പോൾ അതിന് കടലൊക്കെ മേടിക്കും, അങ്ങനെ എന്തൊക്കെ തിന്നു. ചിലവ് ആളിയും കറിയും മേടിച്ചു, അപ്പോൾ അത് അങ്ങനെ കഴിക്കും. പിന്നെ ചിലവ് മുടി വെട്ടാൻ പൈസ ഇല്ലെങ്കിൽ അവര് ഇവിടുന്ന് എല്ലാവരും കൂടെ പിരിവിട്ടിട്ട് മുടി വെട്ടി തരും. അപ്പം പിന്നെ ഷർട്ടൊന്നും ഉണ്ടാവില്ല, ട്രൗസർ ഉണ്ടാവാം. അതിന് 4-3 കഷൊക്കെ വെച്ചിട്ടുണ്ടാവും. അന്നത്തെ കാലത്ത് അങ്ങനത്തെ. അപ്പൊ 8ാം വയസ്സിലാണ് നമ്മൾ ഗോവിന്ദൻ സ്കൂളിൽ ചേർത്തത്. നമ്മുടെ പുസ്തകത്തിലെ പറയുന്നുണ്ട്, അതായത് സുന്ദരന് ഇരിക്കാൻ വേണ്ടി മാത്രം ഒരു ബെഞ്ച് എന്ന് പറഞ്ഞാൽ അക്കാലത്തൊക്കെ സുന്ദരന് എന്താ പറയാ ഒരു അസുഖത്തിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ അല്ലെ, ഇടയ്ക്ക് ഛർദി ഇതൊക്കെ വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ എങ്ങനെയായിരുന്നു അവിടുത്തെ അധ്യാപകരുടെ ഒക്കെ ഒരു പെരുമാറ്റവും കുട്ടികളുടെ? പിന്നെ തലേന്നൊന്നും ഭക്ഷണം കഴിക്കാനില്ലാത്തതിനെ കൊണ്ട് അപ്പോൾ പിന്നെ തലവേദനയും ഒക്കെ വരും, ഛർദിയൊക്കെ വരും. അങ്ങനെ വന്നിട്ട് അങ്ങനെ വരുമ്പോൾ ഞാൻ ഒരു ബെഞ്ച് ഇരിക്കാനും ഉണ്ടാവും. പിന്നെ ഒരു കരിയാത്ത മാഷ് ഉണ്ടായിരുന്നു ആ സ്കൂളിൽ. ആ കരിയാത്ത മാഷ് അവിടെ നേരെ സ്കൂളിന് നേരെ ഒരു ഹോട്ടലുണ്ട്, അവിടുന്ന് പൂളിയും കറിയൊക്കെ മേടിച്ചിരുന്നു കരിയാത്ത മാഷ്. അത്രയും ദാരിദ്ര്യത്തിൽ നിന്ന് കടന്നു പോയിട്ട് അപ്പൊ ഏത് പാട്ടും ഇങ്ങനെ പാടി പോകും. അത് നിർത്താൻ പോയ ഏതാ കഷ്ടം എന്ന് ആർക്കറിയില്ല, പാട്ട് ഇങ്ങനെ പാടുണ്ടോ, പാട്ടാണ്. അല്ല, അത് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പേ ഇപ്പൊ ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് എന്താ വെച്ചാല് സുന്ദരന് ഒരുപാട് ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതേ അവസരത്തില് സുന്ദരൻ മറ്റുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കുകയായിരുന്നു അല്ലെ. അത് വലുതായി കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ സുന്ദരന്റെ ഒരു ജീവിതയാത്രയിലുടനീളം സുന്ദരൻ ഒരു പത്രപ്രവർത്തകനായി മാറുന്ന ഒരു രംഗത്ത് അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട ഒരു മനോഭാവത്തിലേക്ക് വരാൻ സുന്ദരന്റെ ജീവിതത്തിൽ എപ്പോഴും സ്വാധീനം ചെലുത്തിയ ആൾ അമ്മയാണ് അല്ലെ. അമ്മ അതിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, മറ്റുള്ളവരുടെ ഒരു പ്രശ്നങ്ങളും കൂടി നമ്മൾ ഇടപെടണം, അല്ലെങ്കിൽ ആ രീതിയിൽ അവർക്കും കൂടി ഒരു സന്തോഷം കൊടുക്കണം എന്ന് അമ്മ പറഞ്ഞിട്ടല്ല, അമ്മ പറയാതെ തന്നെ നമ്മളിവിടെ നിത്യജീവിതത്തിൽ പല ആളുകളുടെ കഷ്ടപ്പാടുകളും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ മേഖല എന്ന് പറഞ്ഞാൽ ഗോവിന്ദപുരം പിന്നെ കാവിൽക്കോട്ട മേഖല അയിത്തം ഒരു ഇതുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തൊക്കെ നമ്മളിത് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്താണ് നമുക്ക് തോന്നുകയാണ് ഈ ചെറിയ കാര്യങ്ങൾ എത്തുന്ന കാര്യം. അങ്ങനെയാണ് കേരള കൗമുദി പത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. കേരള കൗമുദി പത്രത്തിന് ഏജൻസി എടുക്കാൻ, കാരണം അന്ന് പിന്നോക്ക വിഭാഗക്കാര ആളുകളുടെ പത്രമായിരുന്നു കേരള കൗമുദി. അതിൽ വരുന്ന വാർത്തകൾ മറ്റുള്ള പത്രത്തിൽ വരുന്നില്ല. അപ്പോൾ സൈക്കിൾ ഷോപ്പായിരുന്നു ഗോവിന്ദപുരത്ത്. പിന്നെ വന്നു 9ാം ക്ലാസ് കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോണത് പിന്നെ സൈക്കിൾ ഷോപ്പ് പഠിക്കാൻ വേണ്ടി ചെറിയ ഇതില്ലായിരുന്നു പുതിയ പാലത്ത്. അവിടെ പഠിച്ച് ചാമുണ്ടേശ്വരി ഹോട്ടലിൻ്റെ അടുത്ത്. ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിൻ്റെ തുടക്കം. പക്ഷെ അന്ന് പാട്ട് പാടി ആ പാട്ടുകളൊക്കെ ഉണ്ട് എനിക്ക് ഓർമ്മ. വെള്ളിയിലൊക്കെ ഇങ്ങനെ താഴ്വരയും ചെമ്മരി ആട്ടുംകുട്ടീന്ന് ആ പാട്ടൊക്കെ ശരിക്കും അന്ന് നമ്മളെ ഹാപ്പിയാണ്. ആ ചെമ്മരി ആട്ടുംകുട്ടീനുമായി തന്നെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം സുന്ദര, നമുക്ക് മറ്റേ വളയനാട് അമ്പലത്തിന്റെ പരിസരം അവിടെയാണല്ലോ കുറഞ്ഞുകൂടിയോ അല്ലെ. സുന്ദരന്റെ ഒരു ജീവിതത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് വളയനാട് അമ്പലത്തിന്റെ പരിസരം മാത്രമല്ല, വളയനാട് അമ്പലത്തെ കുറിച്ചാണ് സുന്ദരൻ ആദ്യമായിട്ട് ഒരു സപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയിട്ട് അവിടുത്തെ പരിസരങ്ങളിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാര്യങ്ങൾ സംസാരിക്കാം അല്ലെ. ടിവിക്ക് വേണ്ടി ആദ്യം ഡോക്യുമെന്ററി ചെയ്തു വളയനാട്. ശരി, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. സുന്ദര, വളയനാട് അമ്പലത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇപ്പൊ സുന്ദരന്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നത് ഈ പ്രദേശത്താണ്. അന്ന് എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകിച്ച് പേരുണ്ടല്ലോ, കാവിൽക്കോട്ട അല്ലേ. മുഴുവൻ മരങ്ങളൊക്കെ നിറഞ്ഞു കിടക്കുന്ന പ്രദേശം. അവിടെയാണ് സുന്ദരന്റെ ഒരു ജീവിതത്തോടുള്ള അല്ലെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുള്ള ഏറ്റുമുട്ടൽ തുടങ്ങുന്നത്. എങ്ങനെയാണ് ഇവിടെയൊക്കെ എങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഓർമ്മകൾ? ഇപ്പോൾ അത്ഭുതം പെടുക, കാരണം അന്ന് എത്ര മരങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് പച്ചാ പകൽ കുറുക്കന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കടിക്കുന്ന കാലം. പക്ഷേ പിന്നെ ഇത് ഈ പൈൻ മരങ്ങൾ നിറഞ്ഞിട്ട് ഈ പമ്പരക്കായ ആ കായകൾ നിറഞ്ഞിട്ട് ഇവിടെ നടന്നു വരുന്ന സ്ഥലങ്ങൾ മുഴുവൻ നിറഞ്ഞു കിടക്കും. അത് പല ആളുകളും നമ്മളെ വീട്ടിലേക്ക് പോലും അത് അടിച്ചേരി കൂട്ടിക്കൊണ്ടുവന്ന് കത്തിച്ചിട്ടാണ് ഭക്ഷണം പാകം ചെയ്യുക.
അത്രയും പിന്നെ ഇതാണ്, കാരണം നല്ല ചൂടുള്ള സാധനം. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പന്ത് കളിക്കുക, പിന്നെ എല്ലാം നമ്മൾ ഈ ഇത് അത്രയും വിസ്താരമായി. ശരി, കുട്ടിക്കാലം ഇവിടെയാണ്, ഈ ഒരു പരിസരത്താണ്. കുട്ടിക്കാലവും ദാരിദ്ര്യവും അതെ, അതിന്റെ കൂടെ ഒരു രോഗത്തിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നേരത്തെ പറഞ്ഞ ചില പ്രശ്നങ്ങളൊക്കെ, അതെ. അങ്ങനെ ജീവിതത്തോട് ഇങ്ങനെ ഏറ്റുമുട്ടി വരുന്ന കാലത്തെ സുന്ദരന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന, സഹായവുമായി കടന്നു വന്ന മനുഷ്യർ, ചെറുപ്രായത്തിലേക്ക് കടന്നു വന്ന നമ്മളെ പാട്ടുപാടി വളർന്ന കാലം. അതെ, ഗോവിന്ദപുരം ജംഗ്ഷനാണ്. അവിടെ നമ്മളെ പിന്നെ അതിൽ നിന്ന് കൈപ്പിടിച്ചു ഉണർത്തുന്ന മാനേരി പറമ്പിലെ ശ്രീധരൻ എന്ന് പറഞ്ഞൊരു ലക്ഷദ്വീപിലെ പോലീസായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇനി പാട്ട് പാടാൻ പോകരുത്, ഇനി മാനേരി പറമ്പിലെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ആ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക, എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കുക, അവിടുന്ന് കുളിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ്. അങ്ങനെ അവിടെ തന്നെ ഒരു വഴിത്തിരിവ്. പാട്ടുപാടി എന്താ പറയാ, കുറച്ച് കാശൊക്കെ നേടിയെടുക്കുന്ന ഒരു സംഭവത്തിന് ശേഷം ശരിക്കും ജോലി എടുക്കാനുള്ള ഒരു ശ്രമം അല്ലേ? ചെറിയ കുട്ടി എന്ന നിലയ്ക്ക് വീട്ടു സാധനം മേടിച്ചു കൊടുക്കുക, ആ പണം കൃത്യമായിട്ട് അവിടെ കൊണ്ടു കൊടുക്കുക. അങ്ങനെ കൃത്യമായിട്ട് കൊണ്ടു കൊടുക്കുക. ഗോവിന്ദപുരത്ത് ശങ്കരൻ വൈദ്യർ എന്ന് പറഞ്ഞ ആളുണ്ട്. ആ വൈദ്യർ വീട്ടിലൊക്കെ അമ്മ പണിയെടുത്ത സ്ഥലം. അവിടെ ഞാൻ കൃത്യമായിട്ട് സാധനം ബാക്കി പൈസ കടലാസ് കൊടുക്കും. അവരിട്ട പേരാണ് സുന്ദരന് പകരം മോഹന സുന്ദരൻ. അല്ല, അങ്ങനെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അല്ലേ? സുന്ദരന്റെ പേര് ശരിക്കും മോഹന സുന്ദരൻ സ്കൂളിൽ കൊടുത്തത് അല്ലേ? പിന്നെ അതേപോലെ തന്നെ അവിടെ അമ്മ ഇനീഷ്യലി തെറ്റായി കൊടുക്കുന്നുണ്ട്. കെ സുന്ദരനാണ് ശരിക്കും. സുന്ദരൻ കെ സുന്ദരൻ എന്നുള്ളത് അമ്മക്കറിയില്ല. അമ്മനോട് കാവിൽക്കോട്ടയാണ്. കാവിൽക്കോട്ട എന്നുള്ളതിന്റെ കെ വന്നു അല്ലേ? ശരിക്കും കാവിൽക്കോട്ട എന്നുള്ള സ്ഥലമാണ്. അപ്പൊ ശരിക്കും ഈ സ്ഥലത്തിന്റെ പേരിലാണ് ഇപ്പൊ സുന്ദരൻ അറിയപ്പെടുന്നത്. അതല്ല, പിന്നീട് അത്തിക്കൽ സുന്ദരൻ മാറ്റി. ഇല്ല, കെ സുന്ദരൻ തന്നെയാണ്. അതെ, അത് മാറ്റി കിട്ടി. പെൻഷൻ വരെ കിട്ടിയില്ല. കാരണം മോഹന സുന്ദരൻ എന്നുള്ള പേരുള്ളതിനെ കൊണ്ടും ആധാറിലൊക്കെ നമ്മൾ സുന്ദരനായിട്ട്, ഇവിടെ സുന്ദരനായിട്ട് നമ്മൾ വളർന്നതിനെ കൊണ്ട്. അപ്പൊ ശരിക്കും നമുക്കൊരു ഇനീഷ്യൽ പോലും തെറ്റിപ്പോയി. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അമ്മക്ക് അതിനുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലായിരുന്നു. അങ്ങനെയാണ് സുന്ദരൻ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത്. ഭാര്യ SSLC പാസ്സാകണം, അതായിരുന്നു ഡിമാൻഡ്. അതെന്ന് പറഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞ് ഏട്ടൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ട്, അപ്പോൾ അവന് സാമ്പത്തികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കല്യാണം പറഞ്ഞ ഡേറ്റിന് പറ്റാത്ത അവസ്ഥ വന്നു. സുന്ദരന്റെ പെണ്ണ് കിട്ടുന്നില്ല. അല്ലെ, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചില്ല. അങ്ങനെ വീട്ടുകാർ പറയാണ് ഒരുമിച്ച് സുന്ദരൻ ഈയും കഴിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് SSLC പാസ്സായ ഒരു പെണ്ണ് വേണം. അപ്പൊ അമ്മ ഞങ്ങൾക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് അമ്മക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതിനെ കൊണ്ടാണ് ഇനീഷ്യൽ പോലും തെറ്റിയായി. അതെ ഈ പുസ്തകം വായിച്ചു പോകുമ്പോൾ എന്നെ ആകർഷിച്ച, ഏറ്റവും അധികം ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവം ഇതാണ്, സുന്ദരന്റെ പെണ്ണന്വേഷണം. അതായത് എന്താ പറയാ, ഈ വർക്ക് ചെയ്തവന്റെ ഇടയിൽ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ആയിട്ടാണ് പെട്ടെന്ന്. അല്ല, അതെന്ന് പറഞ്ഞാൽ അങ്ങനെ രാത്രി വൈകുന്നേരം എപ്പോഴാണ് പോകുന്നത്? അതല്ല, അത് ഏട്ടന്റെ കല്യാണം ഉറപ്പിച്ച് കത്തടിക്കാൻ കൊടുത്തു. അന്ന് നാളെ കിട്ടും. അപ്പോഴെ തലേന്ന് രാത്രി വൈകിട്ട് ഒരാൾ വരുന്നത് നമ്മളെ ഷോപ്പിൽ വരികയാണ്. ഷോപ്പിൽ വന്നിട്ട്, സുന്ദരൻ അങ്ങനെ ഒരു പെണ്ണുണ്ട്, നമ്മൾ പോയി വെക്കാൻ. ഞാൻ എന്നാൽ പോയി വെക്കാൻ, കാരണം ഞാൻ സത്യടാ ടൗണിൽ വരെ പോണ ആളാണ്. അപ്പോൾ അവനെ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഷർട്ടൊക്കെ എടുത്തിട്ട് അങ്ങനെ പിന്നെ നമ്മളാ വേഷത്തിൽ തന്നെ പണീൻ്റെ ആ സമയത്ത് തന്നെ നമ്മൾ കടന്നു പോകണം. അപ്പോൾ പോയി രാത്രിയൊക്കെ പോയി കണ്ടേ, ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം പെണ്ണിന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സുന്ദരൻ്റെ വിവാഹം വളരെ ആകസ്മികമായിട്ട് നടക്കുന്നു അല്ലേ? വിനീതയെ കല്യാണം കഴിക്കുന്നു. SSLC പാസ്സായ ഒരു പെൺകുട്ടിയെ കിട്ടുന്നു. വിനീത ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. 28 ദിവസം കൊണ്ട് കല്യാണം ഒക്കെ റെഡി തന്നെ. അതൊക്കെ കഴിഞ്ഞിട്ട് സുന്ദരൻ എങ്ങനെയാണ് ഒരു പത്രപ്രവർത്തകൻ ശരിക്കും പത്രത്തിലേക്ക് വരുന്നത്? പരസ്യം പിടിച്ചുകൊണ്ടാണ് അല്ലേ? പരസ്യം പിടിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഏജൻസി എടുത്തുകൊണ്ടൊക്കെ കേരളത്തിലേക്ക് വരുന്നു. അതിൽ നിന്നാണ് പിന്നീട് ഒരു ലേഖകനായി, എഴുത്തുകാരനായിട്ടൊക്കെ സുന്ദരൻ മാറുന്നത്. ഈ ശരിക്കും ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഒരു പത്രപ്രവർത്തകൻ്റെ എഴുത്താണ് ഇതിലുള്ളത്. ശരിക്കും ഒരു സാഹിത്യകാരൻ്റെ എഴുത്തല്ല ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഇതിലിങ്ങനെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് വിശദീകരണങ്ങളോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. ഒരു സാഹിത്യ ഭംഗി അല്ല ഇതിൻ്റെ അകത്തുള്ളത്. സാധാരണ രീതിയിൽ നമ്മൾ പുസ്തകം ഉണ്ടാകുമ്പോൾ ഇതിൽ സാഹിത്യ ഭംഗി നിറഞ്ഞ, അപ്പോൾ അതിന് പകരം ഒരു പത്രപ്രവർത്തകന്റെ എഴുത്ത്, വസ്തുതകൾ മാത്രം പറയാ, സത്യങ്ങൾ മാത്രം പറയാ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ആ ഒരു പത്രപ്രവർത്തനത്തിലേക്ക് വരുന്നതും അതെങ്ങനെയായിരുന്നു പെട്ടെന്ന് അങ്ങനെ തോന്നിച്ചിട്ടുണ്ടായിരുന്നു? അതൊരു പിന്നെ നമ്മൾ മുരളി എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മളെ സഹായിക്കുന്നത്. 1500 രൂപ തന്നിട്ട് നമ്മളെ പത്രത്തിന്റെ ഏജൻസി എടുക്കാൻ പറഞ്ഞു. അത് അവനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അവനെ കൊണ്ട് ഞാൻ ഏജൻസി എടുപ്പിക്കും. കേരളാമിൽ പത്രം കിട്ടായിട്ട് നമുക്കൊരു സൈക്കിൾ ഷാപ്പിൽ ഗോവിന്ദ സൈക്കിൾ ഷാപ്പിൽ ഒരു പത്രം കിട്ടാൻ വേണ്ടി നമുക്കൊരു ഏജൻസി വേണം. നീ ഏജൻസി എടുത്ത് ഞാൻ പത്രം ഇട്ടോളാന്ന് പറയാം. അപ്പം തന്നെ എനിക്ക് സൈക്കിൾ ഷാപ്പ് ഉണ്ട്, പിന്നെ മരക്കച്ചവടം ഉണ്ട്, പിന്നെ പഴയ സാധനം എടുക്കുന്ന പരിപാടി ഉണ്ട്, ഹോട്ടലുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഞാൻ ചെയ്തോളാം.
അപ്പോൾ അവനകത്ത് കയറിയിട്ട് കേരളാവിൻ്റെ ഓഫീസിൽ പോയിട്ട് എൻ്റെ പേരിലാണ് ഏജൻസി ഏജൻസി എടുത്തു കഴിഞ്ഞിട്ട് ആദ്യം ചെയ്തത് എന്താ? സപ്ലിമെന്റ് ഇറക്കുക. ആ സപ്ലിമെന്റ് അല്ല അവിടുന്ന് നമ്മൾ പത്ര ഏജൻസി ആയിട്ട് കടന്നു ഈ വിതരണം, പത്ര വിതരണം. അതെ. പിന്നെ നമ്മുടെ ഇവിടുന്ന് പൂവാട്ടോർമിൽ എത്തുകയാണ് സൈക്കിൾ ഷോപ്പ്. ആ സൈക്കിൾ ഷോപ്പ് അവിടെ എത്തി പിന്നെ പെരുവയിലെത്തി. ആ സമയത്താണ് നമ്മളെ ഈ അസുഖം കൂടുതൽ പ്രശ്നമാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീട്ടുകാരെ അറിയിക്കാതെ ഒരു കുട്ടീനെ അറിയിക്കാതെ ഞാൻ എൻ്റെ ഡയറി മാത്രം അറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ പോരുകയാണ്. ആ സൈക്കിൾ ഷോപ്പ് വെറും മൊത്തം 6000 റുപ്യക്ക് കൊടുത്തു സൈക്കിൾ ഷോപ്പ്. അത് ഒഴിവാക്കാൻ തന്നെ അവിടെ തന്നെ ഒഴിവാക്കി കൊണ്ടുവരും, എൻ്റെ ഇവിടെ ഒഴിവാക്കാൻ. കാരണം ഇത് ആരും അറിയരുതല്ലോ, എന്താ അസുഖം വീട്ടുകാർ പോലും അറിയരുത്. അങ്ങനെയാണ് നമ്മൾ ആദ്യം വളയനാട് അമ്മേൻ്റെ സപ്ലിമെൻ്റ് ഇറക്കണം. ഈ അമ്മ തന്നെയാണ് വളയനാട് അമ്മയാണ് യഥാർത്ഥത്തിൽ ഒരു പത്രപ്രവർത്തകനാക്കുന്നത് അല്ലേ, ഒരു സപ്ലിമെന്റിലൂടെ. അതുകൊണ്ടാണ് ഇതിൽ പറയുന്നുണ്ടല്ലോ അവരെ നമ്മുടെ കാട് വെട്ടാൻ വേണ്ടി സൈക്കിൾ ഷോപ്പുകളെ ഞാൻ തടഞ്ഞതൊക്കെ. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ മരങ്ങളെ സംരക്ഷിച്ചത് കൂടി അല്ലേ സുന്ദരന്റെ ഒരു പ്രവർത്തനമാണ്. മരങ്ങൾ വെട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതിൽ പറയുന്നുണ്ട് അല്ലേ. ഈ കോട്ടയിൽ മരങ്ങൾ വെട്ടാൻ വേണ്ടിയിട്ട് ആരോ വരുന്നു, അപ്പോൾ അതിന്റെ ഇടയിൽ ഇടപെടുന്നു. ക്ഷേത്ര മരങ്ങൾക്കും കോടാല ഭീഷണി വാർത്ത വരുന്നു. ആ വാർത്തകളൊക്കെ ആയിക്കഴിഞ്ഞ് ഒരു പത്രലേഖകനായി മാറുകയാണ് അല്ലേ. ഒന്നാം പേജിൽ ഒരു വാർത്തകൾ വന്നു. ഒന്നാം പേജിൽ വന്ന വാർത്ത, ഇതിലെ ഏറ്റവും എന്നെ ആകർഷിച്ചൊരു വാർത്ത എന്ന് പറയുന്നത് ചിതയിൽ ചാടി ഒരു വളർത്തുനായ ഒരു സംഭവം അല്ലേ. അപ്പൊ ഇത്തരം വാർത്തകൾ കണ്ടെത്താനുള്ള ഒരു സംഭവം, അങ്ങനെ ഈ വാർത്തകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം എനിക്ക് തോന്നുന്നു സുന്ദരന്റെ ഈ ജനങ്ങളുമായിട്ടുള്ള ഒരു അടുപ്പം കൊണ്ടാണ് തോന്നുന്നു അല്ലേ. അത് സാധാരണ നമ്മൾ നരിക്കുനി ഭാഗത്ത് കേരള കമ്മിറ്റിൻ്റെ വർക്കായിട്ട് പോകുന്ന സമയത്ത് ഏത് ഏജൻസിൻ്റെ അടുത്ത് പോയാലും ഈ പാവപ്പെട്ട പിന്നോക്കക്കാരെ ബന്ധപ്പെട്ടുള്ള വാർത്തകൾ എടുക്കാൻ ഞാൻ പറയും. അങ്ങനെ അവനോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു അർജൻസ് മരിച്ചിട്ടുണ്ടെന്ന്. അവൻ അർജൻസ് ആയാലും എന്നാൽ അവിടെ പോകണമെന്ന് പറയാം. അപ്പോൾ അങ്ങനെ താഴെ കിടലുള്ള ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പോയിട്ടും വാർത്ത എടുക്കാൻ നമ്മൾ പഠിപ്പിച്ചു. അങ്ങനെ ആരും കാണാതെ കണ്ടെത്താൻ അവിടെ മറ്റുള്ള പത്രങ്ങളിൽ ബ്യൂറോ ഉണ്ട്. പക്ഷെ ഒരു കണ്ടെത്താത്ത ഒരു സാധനം ഞാനത് വാർത്തയ്ക്ക് മാറ്റാം. അതങ്ങനെയാണ് ശരിക്കും ഒരു ജനകീയ ഒരു പത്രപ്രവർത്തനം എന്ന് പറയുന്നത്. ശരിക്കും അതിനൊരു എനിക്കൊന്ന് തുടക്കം കുറിച്ച് സുന്ദരനാണ്. കാരണം കേരളമതിയുടെ പശ്ചാത്തലത്തിൽ, കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് വാർത്ത എടുക്കുക. സാധാരണ ചരമ വാർത്തയൊക്കെ പത്ര ഓഫീസിൽ കൊണ്ട് തരിക, അതിന് പകരം അത് അന്വേഷിച്ച് ആ വീട്ടിൽ പോയി അപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. ഈ ചിതയിൽ ചാടി വളർത്തുനായ മരിക്കുന്ന സംഭവം, പിന്നെ മറ്റൊന്നുണ്ടല്ലോ ജീവിതത്തോട് ഒരുപാട് പ്രതിസന്ധികൾ, ഒരു സ്ത്രീ മരിക്കുന്ന ഒരു സംഭവം, പ്രായം ചെന്നൊരു സ്ത്രീ. അതിനെക്കാട്ടും വലിയൊരു സംഭവമാണ് ഇത്. നമ്മളെ അപകടങ്ങളെ അതിജീവിച്ച അയമ്പാട്ടി യാത്ര. അത് നമ്മളെ അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് ഒരു പാർട്ടിയൊന്നും അവരെ അറിയില്ല. അവരെ 3 പ്രാവശ്യം പാമ്പ് കടിച്ചയാളെ മരത്തുനിന്ന് മുകളിൽ വീണിക്കണത്. അത് കഴിഞ്ഞിട്ട് അവള് 112-ാം വയസ്സിൽ മരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു സാധനം അവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ അത് ഫ്രണ്ട് പേജിൽ ആ വാർത്ത വന്നു. അല്ല, ഇതിന്നൊക്കെ തെളിയുന്നൊരു കാര്യമുണ്ട്. എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ഓരോ നിയോഗങ്ങളുണ്ട്. കാരണം എന്തൊക്കെ പ്രതിസന്ധികളുണ്ട്. അപ്പൊ സുന്ദരനെ സംബന്ധിച്ചിടത്തോളം സുന്ദരന്റെ ജീവിതം സാർത്ഥകമാകുന്നത്, സുന്ദരന് വേണമെങ്കിൽ ഒരു രോഗബാധിതനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അവശ രീതിയിൽ ജീവിതം ആ രീതിയിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടായിരുന്നു. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് മുന്നോട്ട് നയിച്ചത്, പ്രത്യേകിച്ച് നമ്മൾ ഈ ദേവിയുടെ ഈ നടയിൽ സംസാരിക്കുമ്പോൾ വളയനാട് അമ്മയുടെ അനുഗ്രഹം മാത്രമല്ല, ഇതിലൂടെ കടന്നു പോകുമ്പോൾ ആത്മീയമായ ഒരുപാട് ബന്ധങ്ങൾ അല്ലെ. AKB നായരുമായിട്ടുള്ള ബന്ധം, പിന്നെ നമ്മുടെ ഈ ചിദാനന്ദപുരി സ്വാമി അല്ലെ, ചിദാനന്ദപുരി സ്വാമിയായിട്ടുള്ള ബന്ധം. ചിദാനന്ദപുരിന്റെ അടുത്ത് ഞാൻ ആദ്യം ചിദാനന്ദപുരി സ്വാമിയുടെ അടുത്ത് പോകുന്നത് സുന്ദരന്റെ കൂടെയാണ്. AKB നായരുടെ വീട്ടിലും നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ആധ്യാത്മിക നേതാക്കന്മാരായിട്ടുള്ള ഒരു ബന്ധം, ഇതൊക്കെ യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഒരു ധന്യ നിമിഷങ്ങളായി. അത് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ആചാര്യന്മാർ പറയുന്നത് സുന്ദരന് പൂർവ്വജന്മ സുഹൃത്തുണ്ടെന്ന്. അതുകൊണ്ടായിരിക്കാം നമ്മൾ 45-ാം വയസ്സിൽ അച്ഛൻ്റെ കണ്ടെത്തുന്നത്. അല്ല, അത് വളരെ ഒരു സസ്പെൻസിലാണ് ഇതിൽ വരുന്നത്. കാരണം തുടക്കത്തിലൊന്നും സുന്ദരൻ അച്ഛനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ നമ്മളത് അനുഭവിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ സുന്ദരന്റെ ജീവിതത്തിൽ അമ്മ വളരെ എന്താ പറയുക നിർണായക സ്വാധീനം ചെലുത്തുന്നു. പെട്ടെന്നാണ് അച്ഛനെ കുറിച്ചുള്ള ഒരു ബോധം വരുന്നത്. അച്ഛൻ മരിച്ചു എന്നുള്ള രീതിയിലാണ് കല്യാണം കഥ കളിക്കുന്നത് അല്ലേ. പക്ഷെ അച്ഛൻ ജീവിതനോട് അച്ഛനെ കണ്ടെത്തുന്നു. ആ അച്ഛനെ കണ്ടെത്തുമ്പോൾ അച്ഛനോടുള്ള, അപ്പോഴും സുന്ദരന് പ്രത്യേക ഒരു അച്ഛനോടുള്ള ഒരു വിരോധം, കാരണം ഞങ്ങൾ ഇട്ടെറിഞ്ഞു പോയ അച്ഛനോടുള്ള വിരോധമൊന്നും തോന്നുന്നില്ല അല്ലേ. അച്ഛനെ കണ്ട വഴിക്ക് നമ്മളെ ഒരു അച്ഛനോട് ചുമര ചാരി നിൽക്കാൻ വേണ്ടി ഒരു പടം ഞാൻ ഫോട്ടോ എടുക്കുന്നു. ഒരു ഫോട്ടോ എടുത്ത് എന്നാൽ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യ വീട്ടിൽ പോകണം. അവിടുന്ന് ഒരു അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ അല്ലേ, കലശെടുക്കുന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ജീവിതത്തിൽ ആരോടും വിരോധമില്ല, കന്മഷമില്ല. അപ്പൊ അതാണ് സുന്ദരന്റെ ജീവിതം ഇത്രയും
സന്തോഷപ്രദമായി മുന്നോട്ട് പോകുന്നത് മനസ്സിൽ ആരോടും വിദ്വേഷം വെക്കുന്നില്ല, ആരോടും ശത്രുത വെക്കുന്നില്ല. എനിക്ക് അതിന് സമയമില്ല, അതിന് സമയമില്ല. അതാണ് ഞാൻ ഈ വയസ്സിൽ ഞാൻ എന്തൊക്കെ പണി ചെയ്തെന്ന് എനിക്ക് പോലും അറിയാം. അപ്പൊ എനിക്ക് വയസ്സ് അത്രയും തോന്നുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ സുന്ദരൻ പണിയെടുത്ത അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ജോലികൾ, ഈ വയറ്റത്തടിച്ച് പാട്ടുപാടുക എന്ന് പറയുന്ന ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം സുന്ദരൻ ഒരുപാട് വ്യത്യസ്തങ്ങളായ ജോലികൾ ചെയ്യുന്നു അല്ലേ. സൈക്കിളിന്റെ ചക്രം എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നതെന്ന് ഒരു മരത്തിന്റെ ഓട്ടയിന്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ട് കണ്ടുപിടിച്ച, പണ്ട് മറ്റേ ഏകലവ്യനൊക്കെ അല്ലെ അസ്ത്രവിദ്യ കണ്ടുപിടിച്ച പോലെയാണ് സുന്ദരൻ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ വളരെ സൂത്രത്തിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ചെയ്ത സുന്ദരൻ ജീവിതത്തിൽ അവസാനം ഇവിടം വരെ എത്തി. സുന്ദരൻ ജീവിതം എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാലേ, ഇത്രയും കാലത്തിനിടയ്ക്ക് ജീവിതം എന്നെ എന്താണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ സുന്ദരൻ്റെ ഉത്തരം എന്താണ്? ജീവിതം നമ്മളെ പോലെ ഒരാളും വളരുന്നില്ല പുതിയ തലമുറയിൽ. ആരും എത്രയോ ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ ഇന്ന് ഉണ്ട്. എല്ലാവരും അവിടെ വീട്ടിൽ ഒതുങ്ങിക്കൂടാ, പണിയില്ല. പണി എല്ലാവർക്കും പണിയുണ്ട്. എന്ത് പണിയെടുക്കാൻ അത് ഇറങ്ങിച്ചെന്നാലേ പണിയെടുക്കാൻ പറ്റുള്ളൂ. ആർക്കും ഒന്നും ഇവിടെ ഇല്ലാത്ത പ്രശ്നമില്ല. എന്തിനും ഉത്തരേന്ത്യയിൽ നിന്ന് ആൾ വരേണ്ട ആവശ്യം? ഇവിടെ ആൾ കുറവായിട്ട് വീട്ടിൽ കുത്തിരിക്കില്ലേ? നമ്മൾ സന്ദേശം കൊടുക്കുന്നതാണ്. കാരണം ഇന്നെ പോലെ ഒരു കഴിവില്ലാത്ത വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ഇങ്ങനെ എത്തിപ്പെടാമെങ്കിൽ വിദ്യാഭ്യാസമുള്ള ആളുകളൊന്ന് നിന്ന് കൊടുത്താൽ മതി. ഇപ്പോഴത്തെ ടെക്നിക്ക് വെക്കോ, മറ്റേ പത്രത്തിൽ എഴുതി കൊടുക്കണ്ടേ? ഇന്ന് മൊബൈൽ വഴിയല്ലല്ലോ ഫോട്ടോ. അല്ല, ഇതേ സുന്ദരൻ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഈ സംഭവം ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്ന ഈ ഒരു രീതിയിലാണ്. ഈ ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേരളകൗമുദിയിൽ ഒരു മീറ്റിങ്ങിൽ സുന്ദരൻ പങ്കെടുക്കുന്നുണ്ട്. ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എനിക്ക് തോന്നുന്നു MBA ബിരുദധാരികൾ ഉൾപ്പെടെയുള്ള ഉന്നത എന്താ പറയുക വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാരുടെ മീറ്റിങ്ങിൽ സുന്ദരൻ പങ്കെടുത്തുകൊണ്ട് പറയുകയാണ്, ഈ 9ാം ക്ലാസ് മാത്രം പഠിച്ച ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം ചെയ്യാനുണ്ടാവും അല്ലേ? അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ വിദ്യാഭ്യാസം നല്ല പ്രധാനം. നമ്മൾ മനസ്സിൽ തീരുമാനിക്കുകയാണ് ഇന്നൊരു കാര്യം ചെയ്യണം, എന്നാൽ ലോകം മുഴുവൻ നമ്മളെ കൂടെ നിൽക്കും. അതാണ് സുന്ദരൻ ഈ പുസ്തകത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നത്. ജേർണലിസം കഴിഞ്ഞ് വരുന്ന കുട്ടികളെ ആദ്യം എൻ്റെ കൂടെയാ വിടുക. അല്ല, ഒന്ന് സുന്ദരൻ എഴുതിയ ഇത്രയും വ്യത്യസ്തങ്ങളായ വാർത്തകൾ, അല്ലെങ്കിൽ ഇത്രയും വ്യത്യസ്തങ്ങളായ വാർത്തകൾ ഒരുപക്ഷെ ഒരു നല്ല ജേർണലിസ്റ്റ് ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ജനങ്ങളുടെയൊക്കെ ഇറങ്ങി ചെന്നിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വയറ്റത്തടിച്ച് പാട്ടുപാടിയ ഒരു കുട്ടിയിൽ നിന്ന് സുന്ദരൻ്റെ ജീവിത യാത്ര ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ കടന്നു ചെന്ന് പോരുമ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഏറ്റവും ജീവിതത്തോട് പടവെട്ടുന്ന മനുഷ്യർക്കൊക്കെയുള്ള ഒരു എന്താ പറയുക ഒരു പ്രതീകമാണ് സുന്ദരൻ എന്ന് ഈ പുസ്തകം നമ്മളെ തെളിയിക്കുകയാണ്. അച്ഛനില്ല എന്ന് വിചാരിച്ച് അമ്മ നമ്മളെ പോറ്റി വിചാരിച്ച് ഒരു കുട്ടികൾ ചീത്തയാവരുത്. അല്ല, അത് ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് 2 സ്ത്രീകൾ, ഒന്ന് അമ്മയും ഭാര്യയും അല്ലേ. അമ്മ സീത എന്ന പേരായ അമ്മ, വിനീത എന്ന പേരായ ഭാര്യ, ഈ 2 പേര് സുന്ദരന്റെ ജീവിതത്തിൽ താങ്ങും തണലുമായ കാര്യങ്ങൾ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. ഏറ്റവും അവസാനം ഇതിൽ നമ്മളെ കണ്ണ് നനയിപ്പിക്കുന്ന ഒരു ഭാഗം സുന്ദരന്റെ അവസാനത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ ഇല്ലാതായാൽ അവളെങ്ങനെ ജീവിക്കുമെന്നും അവളില്ലാതായാൽ ഞാനെങ്ങനെ ജീവിക്കുമെന്നുള്ള ഒരു ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു സങ്കടത്തിലേക്കാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. ഏതായാലും അങ്ങനെയൊന്നും സംഭവിക്കാതെ ദീർഘകാലം നിങ്ങൾ 2 പേരും ജീവിതത്തോട് പടവെട്ടി മറ്റു മനുഷ്യർക്കൊരു മാതൃകയായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ശരി.